മാല എങ്ങനെ മനസ്സിലായി? ശിവുവിന്റെ മാലേച്ചി. അല്ല, ആരാ? പോകാനല്ലേ പറഞ്ഞത്? ഷേണായി വിളിച്ച് പറഞ്ഞപ്പോ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. സുന്ദരിയാണ് നീ. എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിട്ടല്ല, നീ തന്നെ ചെല്ലണമെന്ന് അങ്ങേര് നിർബന്ധം പറഞ്ഞതുകൊണ്ടാ. അല്ലെങ്കിൽ ഈ അവസ്ഥയില് പുരയിലമ്മ നിന്നെ അയക്കുവോ? കൃഷ്ണ, ഓ സൂക്ഷിച്ചൊക്കെ പോണം കേട്ടല്ലോ. ഓ അന്ന് വൈദ്യുതി ചെയ്തത് അറ്റ കയ്യാ, അതിന്റെ ഈ വേദനയൊക്കെ. എന്താ?
നിങ്ങൾ കുറെ കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ദേവമ്മ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ പുറത്തേക്ക് അയക്കുന്ന കാര്യത്തിൽ. അത് പിന്നെ 10-20 കൊല്ലമായി പുരേ തന്നെ ഉള്ള ഒരുത്തനെ എങ്ങനെ അവിശ്വസിക്കാനാ? എന്നാലും അവർ തമ്മിൽ ഇങ്ങനൊരു ബന്ധമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എത്ര കാലമായടാ അവര് തുടങ്ങിയിട്ട്? ആ എന്നാലും ഭാനുവിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിചാരമുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതും കൃഷ്ണനോട്. ഒറ്റ എണ്ണത്തിനും വിശ്വസിക്കാൻ കൊള്ളില്ല. ഏതായാലും മറ്റു കുട്ടികളോട് ഇതൊന്നും അത്രയ്ക്ക് വിസ്തരിക്കാൻ നിൽക്കണ്ട. അതെങ്ങനെയാ? എന്താ ഇത്രയ്ക്ക് വൈകുന്നെന്നും പറഞ്ഞ് പാതിരാത്രി സേട്ട ആളെ വിട്ടപ്പോളേ പുരയിലുള്ളവരൊക്കെ അറിഞ്ഞു. ഹ, എന്ന് പറഞ്ഞ ഇനി ഓരോ അവളുമാർക്കും ഇങ്ങനെ ഓടിപ്പോകാൻ തോന്നിയാൽ? ഹലോ, ആ ദേവറാവു ആണ്. എന്തായി? ആ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതെ, ആ ഒരന്വേഷണമൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നടത്തി നോക്കി. ആ നിങ്ങൾ അറിയും. ആ ചുണ്ടിന്റെ മുകളില് മറുകൊള്ള. അപ്പൊ മറന്നിട്ടില്ല. ആ ദേവമ്മ ആകെ പരിഭ്രമത്തിലാ. അതെ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. ശരി, ആ ശരി 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 ഇൻസ്പെക്ടർ. ആ ഒരന്വേഷണമൊക്കെ അവരും കഴിഞ്ഞു. ഏതായാലും വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരുമല്ലോ. അപ്പോഴത്തേക്കും എന്തെങ്കിലും അറിയുമെന്ന് നോക്കാം. എന്നാ ഞങ്ങള് ചെല്ലട്ടെ. കുട്ടികളാകെ ഭയന്നിരിക്കുക. ആ. അവിടെ നിൽക്കാൻ ലക്ഷ്മി. പിന്നെ ഇതുപോലെ 2-3 ദാസിപ്പൊരയിൽ വളരുന്നുണ്ടല്ലോ. അവരെ അണിയിച്ചൊരുക്കി ഇരുത്താറാവുമ്പോഴേക്കെങ്കിലും പൊരയിലേക്കുള്ള ഈ പോക്കും വരവും നിർത്തിയാ കൊള്ളാം. ഏതെങ്കിലും ഒരു വിത്ത് ഇവിടുത്തെ ആവില്ലെന്ന് ആര് കണ്ടു? എവിടെ വരെയായി മേശ്രീ കാര്യങ്ങള്? ആ ഇക്കൊല്ലം മുഴുവൻ ഇതുമായിട്ടങ്ങ് പോകുവോ? ഏയ് അങ്ങനെയൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് തന്നെ നടക്കണ്ട് ഇത് മുറക്ക് നടക്കണ്ട്. പച്ചക്കറിയും പലവ്യഞ്ജനവും വാങ്ങിയതാണെന്നും പറഞ്ഞൊരു കണക്ക് തന്നു. കിടക്കല്ലേ കടലു പോലെ. ദൈവത്തിന്റെ കാര്യമായതുകൊണ്ടാ സഭക്കാര് കാശ് തികയില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ കയറിയേറ്റത്. അല്ലാതെ ദേവറാവുവിന്റെ വീട്ടിൽ കെട്ടിയിരിപ്പൊന്നുമില്ല. അത് പിന്നെ സാധനങ്ങളുടെയൊക്കെ ഒരു വില വെച്ച് നോക്കുമ്പോ എന്തായാലും പ്രദോഷത്തിന് മണി മോളിലുണ്ടാവണം. എന്താ? ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, നടക്കണം. തുറക്കടാ. ചെറുക്കൻ ഒരു അബദ്ധം പറ്റിയതാ, ഇതൊന്ന് ക്ഷമിക്കണം. ഇത് അബദ്ധമല്ല, അഹങ്കാര. 4 നേരത്തിന് 6 നേരം നല്ല ഭക്ഷണം ചെന്നാ എല്ലിന്റെ ഇട കേറാണ്ടിരിക്കുവോ? ഇറങ്ങി വാടാ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഉം. പാടാ.